ആ വീണ ജോർജാണ് നമ്മളോട് പറഞ്ഞത് അന്ന് കോട്ടയത്ത് ആശുപത്രി കെട്ടിടം, വളരെ ജീർണിച്ചു പൊളിഞ്ഞ ആശുപത്രി കെട്ടിടം പിന്നെയും തുറന്നു വെച്ച് അതിലേക്ക് ആളുകളെ കയറ്റി ഇടിഞ്ഞ് വീണപ്പോൾ, അതിനുള്ളിൽ സ്ത്രീ മരിച്ചപ്പോൾ, വീട്ടമ്മ മരിച്ചപ്പോൾ പറഞ്ഞത്, അതൊക്കെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. എന്റെയോ അല്ലെങ്കിൽ പിണറായി ഞങ്ങളുടെ കപ്പിത്താന്റെയോ ഞങ്ങളുടെ ഒന്നും കുറ്റമല്ല, അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. ഈ സിസ്റ്റം അല്ലേ, ഈ സിസ്റ്റം നന്നാക്കാനല്ലേ നിങ്ങളൊക്കെ നിയമിച്ചത്? നിങ്ങളല്ലേ സിസ്റ്റം ഉണ്ടാക്കിയത്? കഴിഞ്ഞ 10 വർഷം കേരളത്തെ എന്താ പറയാ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറയുന്നു സിസ്റ്റത്തിന്റെ തകരാറാണ്. അപ്പൊ നിങ്ങൾ സമ്മതിക്കുകയല്ലേ നിങ്ങളുടെ ആരോഗ്യ രംഗത്തെ ആ സിസ്റ്റം മുഴുവൻ ഫെയിലിയർ ആണ്. ഇവിടുത്തെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആരോഗ്യരംഗം സിസ്റ്റം ഫെയിലിയർ. വിദ്യാഭ്യാസ രംഗത്തിന്റെ കാര്യം പിന്നെ പറയാനില്ല. പഠിക്കാൻ കുട്ടികളില്ല. ഉള്ള കുട്ടികൾ തന്നെ പഠിക്കുന്നത് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലും CBSE സിലബസുള്ള സ്കൂളുകളിലൊക്കെയാണ്. സാധാരണ സ്കൂളുകളിൽ വെറും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മാത്രമേ പോകുന്നുള്ളൂ. സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിക്കുന്നു, സ്കൂളിൽ നിന്ന് പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിക്കുന്നു. ഇത്ര സിസ്റ്റം ഫെയിലിയർ ആയ ഒരു സ്ഥലം വേറെയില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ സിസ്റ്റം ഫെയിലിയർ, ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം ഫെയിലിയർ, നമ്മുടെ ധനകാര്യ വകുപ്പുണ്ട്. ധനകാര്യ വകുപ്പിന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. ചില്ലിക്കാശ് പോലും ഖജനാവിലില്ലാത്ത ധനകാര്യ വകുപ്പ്, നികുതി പിരിക്കാൻ അറിയാത്ത, GST പിരിക്കാൻ അറിയാത്ത, കെടുകാര്യസ്ഥതയുടെ മൂർത്തിഭാവമായ ധനകാര്യ വകുപ്പ്. കൃഷി വകുപ്പിന്റെ കാര്യം പിന്നെ പറയാനില്ല. നെൽകർഷകർക്ക് ഇപ്പോഴും കോടികളാണ് കൊടുക്കാൻ ബാക്കി കിടക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും എന്താണ്, ഇന്ന് ഏതോ പത്രത്തിൽ കണ്ടു, ദേശാഭിമാനിയിൽ തന്നെ എന്തോ പച്ചക്കറി കൃഷി ഇവിടെ വ്യാപിപ്പിക്കാൻ പോകുന്നു. കുറെ കാലമായി പറയുന്നു, കഴിഞ്ഞ 10 വർഷമായി പറയുന്നു പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ പോകുന്നു. ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറികൾ ഒരു ദിവസം പണിമുടക്കിയാൽ ഇവിടെ പച്ചക്കറി എത്തില്ല. കൃഷി വകുപ്പ് ഒരു മണ്ണനുണ്ടല്ലോ, മണ്ണൻ മന്ത്രി, ഇതിനെപ്പറ്റി ABCD അറിയാത്തൊരു മന്ത്രി. പോട്ടെ. അപ്പം ഏത് വകുപ്പാണ്? പൊതുമരാമത്ത് വകുപ്പാണ്. മരുമോൻ ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പില് ഇതാ ഇന്നും ഇന്നലെയുമായി കുഴിയിൽ വീണിട്ട് കുട്ടികളടക്കം മരിക്കുകയാണ്. റോഡിലെ കുഴിയിൽ വീണിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. എത്ര പേർ മരിക്കുന്നു? എല്ലാ വകുപ്പുകളും ഏറ്റവും ആദ്യമാണ് പറയേണ്ടത് ഈ മരവാഴയുടെ, ഈ പേട്ടുവാഴയുടെ, ആഭ്യന്തരവാഴയുടെ കഴിവുകേട്, സിസ്റ്റത്തിന്റെ ഫെയിലിയർ. ഏത് സിസ്റ്റമാണ് കേരളത്തിൽ, ഏത് വകുപ്പിന്റെ സിസ്റ്റമാണ് നേരാൻ വഴിക്ക് പോകുന്നത്? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഏത് മന്ത്രിക്കാണ് നമ്മൾ ഒരു പാസ് മാർക്ക് തന്നെയും കൊടുക്കേണ്ടത്? ഏത് മന്ത്രിക്ക്? ഇങ്ങനെ കഴിവുകെട്ട, നെറികെട്ട, വൃത്തികെട്ട, ധൂർത്ത്, അഹംഭാവം എത്ര മാസം, കോടി നമ്മൾ കാത്തിരിക്കണം? എത്ര ദിവസം